റാം കെയർ ഓഫ് ആനന്ദി. രചന അഖിൽ പി ധർമ്മജൻ. ഭാഗം 1. തുടർച്ച. വണ്ടികൾ തലങ്ങും വിലങ്ങും ഓടി ഓടി. പൊടിമയമായ അന്തരീക്ഷം. ലൂണ പോലുള്ള വണ്ടികളാണ് ആളുകൾ അധികമായി ഉപയോഗിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും ചായക്കടകൾക്ക് മുന്നിലിരുന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പ്രായം ചെന്നവർ ചായ കുടിച്ച് കുശലം പറയുന്നു. മിക്കവരുടെയും കയ്യിൽ 4 മണി പലഹാരം പോലുള്ള സമൂസയോ ചെറിയ വെട്ടുകേക്കും ഉണ്ട്. പലരുടെ അരികിൽ പൂക്കൂടയും ചീരക്കൂടയും കെട്ടിടപ്പണിക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്. അതാണ് അവരുടെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. റാം അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് മിററിൽ കൂടി കണ്ട ബിനീഷേട്ടൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് മൂടിയ ശേഷം വീണ്ടും ചുറ്റുപാടുകളിലേക്ക് കണ്ണു വായിച്ചു. ഏകദേശം അരമണിക്കൂർ എടുത്തു ബിനീഷേട്ടൻ്റെ താമസ സ്ഥലമായ അയ്യപ്പൻ തങ്കലിലെത്താൻ. സാമാന്യം തിരക്കുള്ള ഒരു തെരുവിലായിരുന്നു ബിനീഷേട്ടൻ്റെ ഫ്ലാറ്റ്. നടുവിൽ കൂടി ചവിട്ടുപടികൾ, മുകളിലേക്ക് പോകുന്ന തരത്തിലുള്ള 2 നില കെട്ടിടം. 2 നിലകളിലായി അന്യോന്യം അഭിമുഖീകരിക്കുന്ന തരത്തിൽ 4 ഫ്ലാറ്റുകൾ. മുകളിലത്തെ നിലയിൽ വലതുഭാഗത്തായിരുന്നു അവരുടെ ഫ്ലാറ്റ്. ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ട്രെയിനിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തനിക്കുണ്ടായ അതേ മനോവിഷമം റാമിന് വീണ്ടും ഉണ്ടായി. ചെറുപ്പം മുതൽ വീട്ടിൽ നിന്ന് അധികമായി അവനങ്ങനെ മാറി നിന്നിട്ടില്ല. ബാഗിൻ്റെ സൈഡിലെ നെറ്റ് കൊണ്ടുള്ള അറയിൽ നിന്നും ഒരു ബോട്ടിൽ ഊരിയെടുത്ത് അവശേഷിച്ചിരുന്ന ഇളം ചുവപ്പ് നിറമുള്ള വെള്ളം ശ്രീരാം വായിലേക്ക് കമഴ്ത്തി. ദാഹിക്കുന്ന ഫ്രിഡ്ജിലെ തണുത്ത വെള്ളരിപ്പുണ്ടടാ. അവൻ ആക്രാന്തത്തോടെ വെള്ളം കുടിക്കുന്നത് കണ്ടതും അയാൾ പറഞ്ഞു, ഏയ്, ഇത് പണ്ട് തൊട്ടുള്ള ശീലമാണ് ചേട്ടാ. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും മാറി നിൽക്കേണ്ടി വന്നാലേ അമ്മ കരിങ്ങാലി ഇട്ട് തിളപ്പിച്ച് വെച്ചേക്കുന്ന 1-2 കുപ്പി വെള്ളം കയ്യിൽ കരുതും. എന്നിട്ട് വീടോ വീട്ടുകാരെ മിസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരിടക്ക് വെള്ളം അങ്ങ് കുടിക്കും. അതോടെ എൻ്റെ ഹോം സിക്നെസ്സിന് താൽക്കാലിക ശമനം ഉണ്ടാവും. അവൻ പറയുന്നതൊക്കെ കേട്ട് എന്തോ സംശയം തോന്നിയ ബിനീഷേട്ടൻ തോളിൽ തൂക്കിയിരുന്ന ബാഗ് നിലത്തേക്ക് ഊരിവെച്ച് സ്വിബ് തുറന്നു നോക്കി. അതിനുള്ളിൽ 1 ലിറ്റർ അളവിലുള്ള 10ഓളം കുപ്പികളിൽ ഇളം ചുവപ്പ് നിറത്തിലുള്ള കരിങ്ങാലി വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അയാളുടെ കണ്ണ് തള്ളിപ്പോയി. ദൈവമേ, 10 ബോട്ടിലാ കരിങ്ങാലി വെള്ളം തൂക്കി ചെന്നൈയിലേക്ക് വരെ നിൽക്കുന്ന പ്രാന്ത. അയാളുടെ ചോദ്യം കേട്ട് റാം ഉറക്കെ ചിരിച്ചു. 2 ബെഡ്റൂമും 1 കിച്ചണും ചെറിയ ഹാളും ഒരു കോമൺ ബാത്റൂമും അടങ്ങുന്ന ഒതുങ്ങിയ ഒരു ഫ്ലാറ്റായിരുന്നു അത്. ഹാളിലെ ഉള്ള സ്ഥലത്തായി ഒരു സോഫയും ചെറിയൊരു ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഹാളിലെ തന്നെ ഷെൽഫിലായി അറിയപ്പെടുന്ന എല്ലാ ഹിന്ദു ദൈവങ്ങളുടെയും ഫോട്ടോയും നിരത്തി വെച്ചിരുന്നു. ബെഡ്റൂമിൽ ഒന്നിന് ഒരു നീളൻ ബാൽക്കണി ഉണ്ടായിരുന്നു. അവിടെ നിന്ന മുന്നിലെ തെരുവ് മൊത്തമായി കാണാം. ആ കാണുന്നതാ നിന്റെ മുറി. ബാൽക്കണിയുള്ള മുറി കാട്ടി ബിനീഷേട്ടൻ പറഞ്ഞു. ആഹാ, അടിപൊളി. ബാൽക്കണിയുള്ള റൂം കിട്ടിയ സന്തോഷത്തിൽ റാം ബാഗുമൊക്കെ എടുത്ത് മുറിയിലേക്ക് കയറിയതും മുറിയുടെ ഭിത്തിയിൽ മുഴുവനും പല നിറത്തിലുള്ള പേപ്പറുകളിൽ എന്തൊക്കെയോ ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. മാത്രമല്ല, തുണികൾ വയ്ക്കുന്ന ഷെൽഫിൽ ഒരുപാട് വസ്ത്രങ്ങളും കുത്തി തിരികെ വെച്ചിരുന്നു. ഇവിടെ വേറെ ആരാണുള്ളത്? റാം തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. എടാ, നിന്നെ പോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അനിയൻ ഇവിടെ നിന്ന് ബികോം പഠിക്കുന്നുണ്ട്, കിരൺ. ഇപ്പോ കക്ഷി നാട്ടിൽ വരെ ഒന്ന് പോയേക്കുവാ. ഉടനെ വരും. ആളിലെ ശരപ്പിരിയ എന്തായാലും നിനക്ക് ചേരും. നാട്ടിൽ ഇതിനു മാത്രം കോളേജ് ഉണ്ടായിട്ടും ബികോം ഒക്കെ ചെന്നൈയിൽ ഒന്ന് പഠിക്കുന്നു. അപ്പൊ അരപ്പിരിയല്ല, മുഴുപിരിയ. അപ്പൊ പിന്നെ വേറെ ഫിലിം സ്കൂളൊക്കെ നാട്ടിലുണ്ടായിട്ടും നീ ഇവിടെ തന്നെ സിനിമ പഠിക്കാൻ വന്നോ? അത് പിന്നെ ഞാൻ സിനിമ മാത്രമല്ലല്ലോ, ഇവിടുത്തെ ആളുകളുടെ ലൈഫ് പഠിക്കാനും അതൊക്കെ ഒരു കഥയാക്കി എഴുതാനും കൂടിയല്ലേ വന്നത്, റാം ഇളിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ലൈഫ് പഠിക്കുന്ന കൂട്ടത്തിൽ തല തെറിക്കാനും പറ്റിയ ബെസ്റ്റ് സ്ഥലം ചെന്നൈ. മര്യാദയ്ക്ക് നിന്നാ ഞാനും മര്യാദയ്ക്ക. അനിയന്റെ കൂട്ടുകാരനാണെന്നോ കഥ എഴുത്തുകാരനാണെന്നോ ഒന്നും നോക്കൂല. അടുക്കളയിൽ ചപ്പാത്തി പലക ഇരിപ്പുണ്ട്. എന്തേലും അലമ്പിന് പോയ തലമണ്ട അടിച്ചു പൊട്ടിക്കുന്നു. കേട്ടല്ലേ? എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വാ. താഴെ കടയിൽ പോയിട്ട് വല്ലതും കഴിക്കാം. ബിനീഷേട്ടൻ സ്വന്തം മുറിയിലേക്ക് നടന്നുപോയി. റാം അയാൾ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ചിന്തിച്ചു നോക്കി. ഏയ്, തലയൊന്നും അടിച്ചു പൊട്ടിക്കില്ലായിരിക്കും. ഇനി മനീഷിൻ്റെ പുരുകത്തിൽ ആ മുറിപ്പാട് ഇയാളെങ്ങാനും തലയടിച്ച് പൊട്ടിച്ചതിൻ്റെതാക്കുവോ? എന്തോ എടുക്കാനായി ഹാളിലേക്ക് തിരികെ വന്ന ബിനീഷേട്ടൻ അന്തരീക്ഷത്തിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന റാമിനെ നോക്കി ചോദിച്ചു. നീ ഫ്രഷ് ആവാൻ പോയില്ലേ? പോയി. അവൻ വേഗത്തിൽ ബാത്റൂമിലേക്ക് കയറി. അവരുടെ അപ്പാർട്ട്മെൻറ്റിന് മുന്നിലുള്ള റോഡിൽ നിന്നുമാണ് ഓയിൽ മിൽഡ് റോഡ് എന്ന് വിളിപ്പേരുള്ള ആ തെരുവിൻ്റെ ആരംഭം. പച്ചക്കറി കടകൾ, ദോശമാവ് വിൽക്കുന്ന കടകൾ, ഇലക്ട്രോണിക് കടകൾ, ചിക്കൻ സ്റ്റാൾ, കരിക്ക് വിൽക്കുന്ന കട, ചെറിയ ചെറിയ തട്ടുകടകൾ, കൂട്ടത്തിൽ അല്പം പ്രൗഢിയോടെ നിൽക്കുന്ന
നീൽഗ്രിസ് എന്ന മിനി സൂപ്പർ മാർക്കറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായും ആ തെരുവിലുള്ളത്. പിന്നെ റോഡ് സൈഡിലായി തട്ടുകടയിൽ പൂക്കൾ വിൽക്കാൻ നിൽക്കുന്ന തമിഴ്നാടിൻ്റെ പൈതൃകത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ചെയ്ത വലിയ മുക്കുത്തിയൊക്കെ ഇട്ട ചില അമ്മച്ചിമാർ. റാമും ബിനീഷേട്ടനും തട്ടുകട പോലെ തോന്നിച്ച ഒരു ചെറിയ ഹോട്ടലിൽ കയറി ദോശ ഓർഡർ ചെയ്തു. വെളുത്ത തേങ്ങാ ചട്നിയും പുതിനയില ചട്നിയും സാമ്പാറും കൂട്ടി അല്പം പുളിയുള്ള ചൂട് ദോശ കഴിച്ചപ്പോൾ റാമിന് രുചിയിൽ എന്തോ പ്രത്യേകത തോന്നി. പുതിനയില ചട്നി അങ്ങനെ ദോശയ്ക്കൊപ്പം കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടാവാം പ്രത്യേക രുചി എന്ന് അവൻ ഓർത്തു. പക്ഷേ ദോശമാവിന് 1 ലിറ്ററിന് 30 രൂപ എന്നുള്ള ബോർഡ് തൂക്കിയ കടകളുള്ള അതേ തെരുവിലെ തട്ടുകടയിൽ ഒരു ദോശയ്ക്ക് 15 രൂപ വാങ്ങുന്ന ഗുട്ടൻസ് റാമിനെ എത്ര ചിന്തിച്ചിട്ടും പിടിയിട്ടില്ല. എങ്കിലിത് ഇത്തിരി അന്യായമല്ലേ ചേട്ടാ? കടയിൽ നിന്ന് തിരികെ റൂമിലേക്ക് നടക്കുമ്പോൾ അവൻ ബിനീഷേട്ടനോട് പറഞ്ഞു. ദോശമാവൊക്കെ വാങ്ങി അത് ചുട്ട് തേങ്ങ ചെരുകി അത് ചമ്മന്തിയാക്കി എപ്പോ കഴിക്കാനാടാ? ചെന്നൈയിൽ അതിനൊക്കെ സമയം കണ്ടെത്തുന്ന ബാച്ചിലേഴ്സ് തീരെ കുറവാണ്. ഇവിടെ സമയത്തിനാ വില. ഇപ്പോ ആ ദോശയ്ക്ക് 20 രൂപയായാലും കഴിക്കാനായിട്ട് ആളുകൾ വരുമെന്ന് അവർക്കറിയാം. പുള്ളിക്കാരൻ ലാഘവത്തോട് പറഞ്ഞു. ബിനീഷേട്ടാ, ദോശ ഞാൻ ചുട്ടോളാം. നാളെ തൊട്ട് നമുക്ക് വീട്ടിൽ തന്നെ പാചകം ചെയ്ത് കഴിച്ചാലോ? പിന്നെ ഈ പുറത്തെ ഫുഡ് അത്ര ഹെൽത്തി അല്ലല്ലോ. അവൻ്റെ ചോദ്യം കേട്ട് ബിനീഷേട്ട വീണ്ടും ചിരിച്ചു. ഇതൊക്കെ നാട് മാറി നിൽക്കുമ്പോഴുള്ള ആദ്യത്തെ ആവശ്യടാ. നാളെ തൊട്ട് നീ പഠിക്കാൻ പോയി തുടങ്ങുമല്ലേ? തിരക്കുള്ള ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി ഉപ്പാട് വരുമ്പോ അത് താനെ മാറിക്കോളും. റാം പിന്നെ ഒന്നും പറയാൻ പോയില്ല.